ഹലോ ഫ്രണ്ട്സ്, വരാൻ പോകുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ തീർച്ചയായും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. നമുക്കറിയാം LDC LGS പരീക്ഷയ്ക്ക് സിലബസിൽ 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിനായി മാറ്റിവെച്ചിരിക്കുന്നത്. 100 മാർക്കിന്റെ പരീക്ഷയിൽ 20 മാർക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന കാര്യം PSC പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായി അറിയാവുന്നതാണ്. മാത്രമല്ല, നമ്മുടെ പ്ലസ് ലെവൽ പരീക്ഷയാണെങ്കിലും ഡിഗ്രി ലെവൽ പരീക്ഷയാണെങ്കിലും കറണ്ട് അഫയേഴ്സിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ഇന്ന് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാറിയിരിക്കുകയാണ്. പ്രസ്താവന ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് അഫയേഴ്സുമായി ആനുകാലികമായി ബന്ധപ്പെട്ട് നമുക്ക് ആധികാരികമായ അറിവുണ്ടെങ്കിൽ മാത്രമേ പല ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഈ ചോദ്യങ്ങൾ തന്നെയായിരിക്കും 20 മാർക്കിന്റെ ഈ ചോദ്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ റാങ്കും നിർണ്ണയിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ ഇടം നിർണ്ണയിക്കാൻ പോകുന്നത് തീർച്ചയായും ഈ 20 മാർക്കുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട മേഖല എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് സോഡിയക് PSC അക്കാഡമി ഞങ്ങളുടെ റിസർച്ച് ടീം വളരെ പഠനം നടത്തി ഹരിശ്രീ, വിന്നർ, PSC ബുള്ളറ്റിൻ, പിന്നെ നമ്മുടെ വർത്തമാന പത്രങ്ങളായ മാതൃഭൂമി, മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ നിരന്തരം പരിശോധിച്ച് അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ബുക്ക് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ്. കറണ്ട് അഫയേഴ്സ് ആണ്. 2022 മുതൽ 2024 മെയ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരുണ്ട്, കറണ്ട് അഫയേഴ്സ് 4-in-1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ പഠിച്ച കാര്യം, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയുണ്ട്? PSC ബുള്ളറ്റിൻ ഉണ്ട്, വിന്നർ ഉണ്ട്, ഹരിശ്രീ ഉണ്ട്, ഞാൻ ഈ പറഞ്ഞ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഞങ്ങളുടെ റിസർച്ച് ടീം ഈ കറണ്ട് അഫയേഴ്സ് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും ധാരാളം ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ ഈ ഒരു ബുക്കിൽ നിന്ന് ചോദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മുമ്പ് ചെയ്തിരിക്കുന്ന ബുക്കുകൾ പോലെ തന്നെ നമുക്കറിയാം കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇമ്പോർട്ടന്റ് ആക്ടിന് വേണ്ടി ഒരു ബുക്ക് ചെയ്തിരുന്നു. അന്ന് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് സെക്രട്ടേറിയറ്റിൽ പ്രവേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതി പ്രവേശിച്ചുള്ള പല ഉദ്യോഗാർത്ഥികളും ആ ബുക്ക് പഠിച്ചത് കൊണ്ടാണ് ആ ഒരു നിലയിലേക്ക് എത്താൻ സാധിച്ചത്. അതിനുശേഷം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SSCRT പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സമഗ്ര വിജ്ഞാനം SSCRT ക്യൂബായിങ് എന്നൊരു ബുക്ക് ഇറക്കിയിരുന്നു. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PQന്റെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, സോഴ്സ് ഫൈൻഡർ എന്ന് പറയുന്ന ബുക്ക്. കാരണം ആ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ചോദ്യങ്ങളുടെയും ഉറവിടം കണ്ടെത്തിയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഉറവിടം കണ്ടെത്തുമ്പോൾ നമ്മൾ പല ബുക്കുകൾ റെഫർ ചെയ്താണ് അത് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെങ്കിൽ ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി എന്ന ബുക്കിൽ നിന്ന്, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലതും വരുന്നത് ശ്രീധരമേനോന്റെ കേരള ഹിസ്റ്ററി എന്ന ബുക്കിൽ നിന്ന്. അപ്പൊ ഈ ബുക്കുകളൊക്കെ എന്താണ് പരിശോധിച്ച് അതിന്റെ സോഴ്സ് കണ്ടെത്തിയാണ് ആ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒപ്പം അതിന് ജോഗ്രഫിയുടെ ഒരു ബുക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇനി ജാഫർ സാദിഖ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ബുക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഈ പറയുന്ന സോഡിയക് PSC അക്കാഡമി ഓരോ ബുക്കുകൾ ചെയ്യുമ്പോഴും അത് വളരെ വ്യത്യസ്തമായും ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുമാണ് ആ ബുക്കുകൾ ചെയ്തിട്ടുള്ളത്. ഈ ബുക്കുകൾ കരസ്ഥമാക്കിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതുമാണ്. ഒപ്പം തന്നെ നമ്മളൊരു മലയാളം ബുക്ക് ഇറക്കിയിട്ടുണ്ട്. 3ാം ക്ലാസ് മുതൽ +2 വരെയുള്ള SSCRT പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു മലയാളം ബുക്കും ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ബുക്കുകളൊക്കെ കരസ്ഥമാക്കിയവർക്ക് തീർച്ചയായിട്ടും എത്ര നന്നായിട്ടാണ് സോഡിയക് PSC പബ്ലിക്കേഷൻ ഓരോ ബുക്കുകളും ഇറക്കുന്നത് മനസ്സിലാക്കാവുന്നതാണ്. ആ രീതിയിൽ തന്നെ ഈ വരുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ബുക്ക് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് നമ്മളൊരു ടോപ്പ് 10 എന്ന് പറഞ്ഞ് ആദ്യം കൊടുത്തിട്ടുണ്ട്. അതായത് ടോപ്പ് 10 പ്രധാനപ്പെട്ട 10 മേഖലകൾ കൊടുത്തിട്ടുണ്ട്. ആ 10 മേഖലകൾ എടുത്തു കൊടുത്തിരിക്കുന്നത് PSC ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ടോപ്പ് 10 കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇയർ ബേസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ
വളരെ വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങളുടെ റിസർച്ച് ടീം വളരെ കഷ്ടപ്പെട്ട് തന്നെ തയ്യാറാക്കിയ ഒരു ബുക്കാണ് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ബുക്ക്. അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷ LDC പരീക്ഷയും LGS പരീക്ഷയുമാണ് പ്രധാനമായും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ആ പരീക്ഷയ്ക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു 20 മാർക്കിലേക്ക് എത്താൻ നിങ്ങളെ ഇത് സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഈ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. സോ ഈ ബുക്ക് ആവശ്യമായ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക. ഓഫീസ് നമ്പർ ഈ വീഡിയോടൊപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഈ ബുക്ക് വാങ്ങിയാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് പ്രയോജനകരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങളുടെ 4 4 in 1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ 4 പുസ്തകങ്ങളിലും ഉൾപ്പെട്ട കാര്യങ്ങൾ ഈ ഒരൊറ്റ ബുക്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബുക്ക് കരസ്ഥമാക്കി നിങ്ങൾ PSC പരീക്ഷയിൽ ആ റാങ്ക് ബേസ്ഡ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനായി ബുക്ക് കരസ്ഥമാക്കുമെന്നും ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.